Hello all, welcome back to Literature Hurdles. Let's learn together. Today we are discussing yet another new lesson, The Pot Maker. It is written by Thamsula Awu. Let's see more about Thamsula Awu. Thamsula Awu is an Indian poet, short story writer and an ethnographer. She is a retired professor of English in Northeastern Hill University, where she had taught since 1975. She served as the director of Northeast Zone Cultural Center, Dimapur, between 1992 and 1997 on deputation from NEHU. She received Padma Shri Award in 2007 and in 2013 she received the Sahitya Akademi Award for her short story collection Lambonam for My Head, which was given by the Sahitya Akademi, India's National Academy of Literature. ഇതാണ് നമ്മുടെ ഓഥർ തംസുല അവയുടെ പിക്ചർ. വടക്ക് കിഴക്കേ ഇന്ത്യയിലെ പ്രശസ്തയായ ചെറുകഥാകൃത്തും വംശീയ ശാസ്ത്രജ്ഞയുമാണ് തംസുല അവു. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിരമിച്ചു. ഇവർക്ക് ലാംബോനം ഫോർ മൈ ഹെഡ് എന്ന ചെറുകഥാ സമാഹാരത്തിന് 2013 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1992-1997 കാലഘട്ടത്തിൽ ദിമാപൂരിലെ നോർത്ത് ഈസ്റ്റ് സോൺ കൾച്ചറൽ സെൻറ്റർ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. Thamsula Awu has published 5 poetic works, her first work being Songs That Tell. After returning from the University of Minnesota, she worked on the oral tradition for about 12 years. She collected the myths, folk tales, folklores, rituals, laws, customs and belief system. This ethnographic work was published in 1999 as Awu Naga Oral Tradition from Bhasha Publications, Baroda. This book is one of the authentic document about the Awu Naga community. 1985-86 കാലഘട്ടങ്ങളിൽ മിനസോട്ട സർവകലാശാലയിലെ ഫുൾ ബ്രൈറ്റ് ഗവേഷകയായിരുന്നു തംസുല അവു. 2007 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും 2009 മേഘാലയ സർക്കാരിൻ്റെ ഗവർണേഴ്സ് മെഡലും നേടുകയും ചെയ്തു. 5 കവിതാ സമാഹാരങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോങ്സ് ദാറ്റ് ടെൽ ആണ് തംസുല അവയുടെ ആദ്യത്തെ സമാഹാരം. 12 വർഷത്തോളം നീണ്ട വായമൊഴി പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഗവേഷണം 1999 ആവു നാഗ വായ്മൊഴി സംസ്കാരം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. നാഗ കമ്മ്യൂണിറ്റിയുടെ തന്നെ ആധികാരികമായ ഡോക്യുമെൻ്റാണ് ആ ബുക്ക്. ഇംഗ്ലീഷിൽ പ്രോസും പോംസും ഒക്കെ എഴുതുന്ന മുൻനിര ഇന്ത്യക്കാരിൽ ഒരാളാണ് തംസുല അവു ഇപ്പോൾ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ സ്റ്റോറി ഫോർ സ്റ്റഡി ഈസ് ഫ്രം ദ ആന്തോളജി ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ദീസ് ഹിൽസ് കോൾഡ് ഹോം, സ്റ്റോറീസ് ഫ്രം എ വാർ സോൺ. The collection of stories depicts the Naga landscape and the village life from the exterior. The Potmaker is the story of Sentila, who wants to be a potmaker like her mother, who refuses to teach her, and instead she wants her to be a weaver. The story shows how Sentila picks up the art despite her mother's refusal to pass the art on her. These hills, called home, stories from a war zone എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്താണ് നമുക്ക് പഠിക്കാനുള്ള ഈ ലെസൺ ദ പോട്ട്മേക്കർ. നാഗാലാൻഡിൻ്റെ ദൃശ്യഭംഗിയും ഗ്രാമീണ ജീവിതവുമെല്ലാം പകർത്തുന്നതാണ് ഈ പുസ്തകത്തിലെ ചെറുകഥകൾ. നാടോടി സംസ്കാരം, നാടോടി ഗാനങ്ങൾ എന്നിവയിലൊക്കെ വളരെ എക്സ്പേർട്ടാണ് നമ്മുടെ എഴുത്തുകാരി. അമ്മയെപ്പോലെ പോട്ട് മേക്കിങ്ങിൽ ഏർപ്പെടാൻ താല്പര്യപ്പെടുന്ന സെൻറ്റില എന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ദ പോട്ട് മേക്കർ. എന്നാൽ സെൻറ്റിലയുടെ അമ്മയ്ക്കാവട്ടെ മകളെ മികച്ചൊരു നെയ്ത്തുകാരിയാക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അമ്മയുടെ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് സെൻറ്റില എന്ന പെൺകുട്ടി എങ്ങനെയാണ് പോട്ട് മേക്കിങ്ങിലേക്ക് കടന്നു വരുന്നത് എന്ന ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള ദ പോട്ട് മേക്കർ. സോ നമുക്ക് ലെസണിലേക്ക് പോവാം. ദ പോട്ട് മേക്കർ. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ സ്മോൾ ഗേൾ, സെൻറ്റില, who wishes to learn to be a pot maker like her mother and grandmother. But her mother, Arenla, wants her to learn the art of weaving, which was considered a skill highly valued in any girl. So, she was reluctant to teach Sentila the art of pot making. But Sentila wanted to learn pot making as it was her dream. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, അമ്മയെപ്പോലെയും മുത്തശ്ശിയെപ്പോലെയും പോട്ട് മേക്കർ ആവാൻ താല്പര്യപ്പെടുന്ന സെൻറ്റില എന്ന പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് ദ പോട്ട് മേക്കർ എന്ന്. പക്ഷേ സെൻറ്റിലയുടെ അമ്മയായ അരൈനിലേക്ക് മകളെ പോട്ട് മേക്കിംഗ് പഠിപ്പിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും മികച്ച കൈത്തൊഴിൽ വീവിംഗ് അഥവാ നെയ്ത്താണ് എന്നായിരുന്നു അമ്മ വിശ്വസിച്ചിരുന്നത്. സോ തൻ്റെ മകളും ഒരു നെയ്ത്തുകാരി ആവണം എന്നവർ അതിയായി ആശിച്ചു. എന്നാൽ സെൻറ്റിലയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോട്ട് മേക്കർ ആവുക എന്നതായിരുന്നു അവളുടെ സ്വപ്നം. സെൻറ്റിലയുടെ താല്പര്യം അറിഞ്ഞിട്ടും അമ്മ അവളെ പോട്ട് മേക്കിംഗ് പഠിപ്പിക്കാൻ തയ്യാറായില്ല. ഇത് മനസ്സിലാക്കിയ സെൻറ്റിലയ്ക്ക് എങ്ങനെയും പോട്ട് മേക്കിംഗ് പഠിക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ.
അങ്ങനെ അതിനവളൊരു വഴിയും കണ്ടെത്തി. ലെറ്റ്സ് സീ. Centilla's visit to old potmaker's house. On the days she stayed at home to look after her baby brother while her parents were out to the fields, Centilla visited old potmaker's house. She would strap the baby on her back with a piece of cloth and walk up to the steep hill to reach the old potmaker's shed. When the baby became hungry, she would chew some of the rice till it became soft and then feed it to him. സെന്റിലയുടെ ഫാദറും മദറും ഗ്രാൻഡ് മദറും റിവർ ബാങ്കിൽ പോട്ട് നിർമ്മിക്കാൻ ആവശ്യമായ ക്ലേ കളക്ട് ചെയ്യാൻ പോകുമായിരുന്നു. സെന്റിലയ്ക്ക് ഒരു ചെറിയ ബ്രദർ കൂടിയുണ്ട്. സോ ഈ കുട്ടിയെ സെന്റിലയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഇവർ പോകുന്നത്. ഈ സമയം സെന്റില എന്ത് ചെയ്തെന്നോ, തൻ്റെ വില്ലേജിലെ തന്നെ പ്രായമേറിയ മറ്റു കുറച്ച് പോട്ട് മേക്കേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തേക്ക് പോകും. അവർ ചെയ്യുന്ന ജോലി കണ്ടുപഠിക്കാൻ. പോകുമ്പോൾ കൂടെ ലിറ്റിൽ ബ്രദറിനെയും കൂടെ അവൾ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിയെ അവളുടെ പുറത്ത് വെച്ച് ഒരു തുണി കൊണ്ട് അവളുടെ ശരീരത്തോട് ചേർത്ത് കെട്ടും. എന്നിട്ട് കുത്തനെയുള്ള മലയിലേക്ക് നടന്നാണ് ആ പോട്ട് മേക്കേഴ്സിൻ്റെ ഷെഡിലേക്ക് എത്തുക. ഇടയ്ക്ക് വെച്ചെങ്ങാനും കുഞ്ഞിന് വിശന്നാലോ കയ്യിൽ കരുതിയിട്ടുള്ള കുറച്ച് ചോറ് തൻ്റെ വായിലിട്ട് ചവച്ച് മയപ്പെടുത്തി കുട്ടിക്ക് കഴിക്കാനും കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പോട്ട് മേക്കേഴ്സിൻ്റെ ഷെഡിലെത്തിക്കഴിഞ്ഞാൽ കുഞ്ഞ് കരയുകയോ മറ്റോ ചെയ്താൽ താരാട്ടുപാട്ട് പാടി ഉറക്കുകയും ഒക്കെ ചെയ്യും. ഒപ്പം തന്നെ ആ സ്ത്രീകൾ ചെയ്യുന്ന ജോലി കണ്ടു പഠിക്കുകയും ചെയ്യുമായിരുന്നു. ഓൾസോ ഷീ വുഡ് സിംഗ് എ ലല്ലബി ടു പുട്ട് ഹിം സ്ലീപ്പ് വൈൽ വാച്ചിങ് ദ ഓൾഡ് വുമൻ വർക്ക്. One of the old women would sing beautiful folk songs, sometimes substituting words to suit her anger and frustration and making others laugh. Cintilla would stay till late afternoon and then return home. She tried to learn from what she saw, even though the old potmakers tried to tell her how difficult it would be for her. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ നാടൻ പാട്ടുകളൊക്കെ പാടുന്ന ഒരു പ്രായമായ സ്ത്രീയും ഉണ്ടായിരുന്നു. അവരിങ്ങനെ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ദേഷ്യം കയറിയിട്ട് വായിൽ തോന്നുന്ന വാക്കൊക്കെ നാടൻപാട്ടിൻ്റെ വരികൾക്കിടയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പാടുമായിരുന്നു. ഇത് കേട്ട് എല്ലാവരും ചിരിക്കും. സെന്റില വൈകുന്നേരം വരെയും അവിടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അവർ ചെയ്യുന്ന ജോലിയൊക്കെ കണ്ടുപഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. തങ്ങളുടെ ജോലി അത്ര എളുപ്പമൊന്നുമല്ല, നടുപൊടിയുന്ന തരത്തിലിരുന്ന് പണിയെടുക്കേണ്ടി വരും, അതുപോലെ തന്നെ നല്ല ക്ഷമയൊക്കെ വേണ്ടതാണ് എന്നൊക്കെ അവളോട് പറയുമായിരുന്നു. എങ്കിലും അവൾക്ക് പോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പോട്ട് മേക്കേഴ്സിൻ്റെ ഷെഡിലേക്കുള്ള സെന്റിലയുടെ കൂടെയുള്ള വിസിറ്റ് നാട്ടുകാർക്കിടയിൽ ആകെ ഒരു സംശയമുണ്ടാക്കി. ലെറ്റ്സ് സീ അബൌട്ട് ഇറ്റ്. Questions raised through the village gossips. People asked why Centilla had to go elsewhere when her mother and grandmother were renowned pot makers. They asked why her mother was refusing to teach her the skill which was her birthright. Then they said that if all the pot makers behaved like this, there would be no expert potters to take their place and the village would lose its coveted status. When the village council came to know about Centilla's visit to old potmaker's house, they asked Mesuba, Centilla's father, to give an explanation. സ്വന്തം അമ്മയും മുത്തശ്ശിയുമൊക്കെ പേരെടുത്ത മികച്ച പോട്ടേഴ്സ് ആയിരിക്കെ എന്തിന് ഈ കുട്ടി മറ്റു പല സ്ഥലത്തും പോയി പോട്ട് മേക്കിംഗ് പഠിക്കണം എന്നായിരുന്നു നാട്ടുകാരുടെ ഒരു സംശയം. പിന്നത്തെ സംശയം, പോട്ട് മേക്കിംഗ് പഠിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ ജന്മാവകാശമായിരിക്കെ എന്തുകൊണ്ട് ആ അവകാശം അവളുടെ അമ്മ അവൾക്ക് നിഷേധിക്കുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ നാട്ടുകാർ പറഞ്ഞു നടന്നത് ഇങ്ങനെയായിരുന്നു: നിലവിലുള്ള പോട്ട് മേക്കേഴ്സൊക്കെ അടുത്ത തലമുറയ്ക്ക് കുലത്തൊഴിൽ പഠിപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്താൽ ഇനി തങ്ങളുടെ വില്ലേജിലെ എക്സ്പേർട്സായ പോട്ടേഴ്സ് ആരും ഉണ്ടാവുകയില്ല. മികച്ച ഇനം പോട്ട്സിനും അതിൻ്റെ ക്വാളിറ്റിക്കുമൊക്കെ പേര് കേട്ട ഈ വില്ലേജിൻ്റെ ഈ സ്റ്റാറ്റസ് എന്നേക്കുമായി നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെ ഈ ഗോസിപ്സ് വില്ലേജ് കൗൺസിലിൻ്റെ മുന്നിലെത്തി. കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആൾക്കാരാണ് കൗൺസിലിൽ വിചാരണ നടത്തുന്നത്. അങ്ങനെ സെന്റിലയുടെ അച്ഛനായ മെസോബയോട് വില്ലേജ് കൗൺസിലിന് മുന്നാകെ ഈ കാര്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ ആവശ്യപ്പെട്ടു. മെസോബ caught in a dangerous situation. Mesoba was caught in a dangerous situation at the village council meeting because if he told them about his wife's intention to teach their daughter the craft like weaving, they would immediately fire her for going against the tradition. If he denied the knowledge of his daughter's visit, they would not believe him and ridicule him for being an incompetent husband and father. മെസോബ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. കാരണം തൻ്റെ ഭാര്യയ്ക്ക് കുട്ടിയെ പോട്ട് മേക്കിങ്ങിന് പകരം വീവിംഗ് പഠിപ്പിക്കാനാണ് താല്പര്യമെന്ന് കൗൺസിലിന് മുമ്പേ പറഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമായിരിക്കും. അവരുടെ പാരമ്പര്യത്തിനെതിരെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അതിന് അവർ തൻ്റെ കുടുംബത്തിന് മേൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കും. ഇനി സെന്റിലയുടെ ഈ വിസിറ്റിനെ പറ്റി തനിക്ക് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലോ? അതവരോട്ട് വിശ്വസിക്കാനും പോകുന്നില്ല. പോരാത്തതിന് താനൊരു മണ്ണുണ്ണിയായ ഭർത്താവാണല്ലോ, പിതാവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും.
എന്നാലും റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ മെസോബാസ് റെസ്പോൺസ് ടു വില്ലേജ് കൗൺസിൽ. Mesoba said to the village council that they had been aware of Scintilla's visit to old ladies. He said that Scintilla told them that she loved going there because of a particular lady who sings beautiful lullabies and gave her sweet potatoes every time she went there. He then said that the mother had never refused to teach her how to make pots, but they wanted her to grow a little bigger and stronger. He told them that they are planning to take Scintilla to the river bank in Lithu to dig the clay. Also told them that he had ordered a small digging dhow for Scintilla at the blacksmith's just the previous day. അങ്ങനെ കൗൺസിലിന് മുമ്പാകെ മെസോബ പറഞ്ഞു തുടങ്ങി. സെന്റിലയുടെ ഈ വിസിറ്റ് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അവൾക്ക് അവിടെ പോകാൻ വളരെ ഇഷ്ടമാണ്. കാരണം അവിടെ പ്രായമായ ഒരു സ്ത്രീയുണ്ട്. അവർ അവൾക്ക് നല്ല നല്ല പാട്ടുകൾ പാടിക്കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സെന്റിൽ എപ്പോഴൊക്കെ അവിടെ ചെല്ലുന്നോ അപ്പോഴൊക്കെ അവർ അവൾക്ക് സ്വീറ്റ് പൊട്ടറ്റോസ് നൽകാറുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ഭാര്യ ഒരിക്കലും സെന്റിലെ പോട്ട് മേക്കിംഗ് പഠിപ്പിക്കാൻ റിഫ്യൂസ് ചെയ്തിട്ടേ ഇല്ല. അവൾ കുട്ടിയല്ലേ, കുറച്ചുകൂടെ വളർന്നിട്ട് ആരോഗ്യമൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കാൻ തുടങ്ങാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്നും പറഞ്ഞു. അയാൾ വീണ്ടും തുടർന്നു. അടുത്ത ദിവസം തന്നെ നദിക്കരയിൽ ക്ലേ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അവളെയും കൊണ്ടുപോകാനിരിക്കുകയായിരുന്നു. പോരാത്തതിന് അവൾക്ക് വേണ്ടി മണ്ണ് ശേഖരിക്കാനുള്ള ചെറിയൊരു ഉപകരണം പണിയുന്നതിന് ബ്ലാക്ക് സ്മിത്തിനെ ഏൽപ്പിച്ചിട്ടുമുണ്ട് എന്ന് അയാൾ പറഞ്ഞു. അയാൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പാതിയും സത്യങ്ങൾ തന്നെയായിരുന്നു. അവസാനം പറഞ്ഞതൊഴിച്ച്. ആ ചെറിയ ഡാവ് പണി കഴിപ്പിക്കാൻ കൊടുത്തത് സെന്റിലേക്ക് വേണ്ടിയായിരുന്നില്ല. അവരുടെ കിച്ചൺ ഗാർഡനിൽ മണ്ണ് കുഴിക്കാനായിട്ട് അരയിലേക്ക് വേണ്ടിയായിരുന്നു അത്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാര്യം കൂടെ സപ്പോർട്ടിനായിട്ട് അയാൾ ആഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. മെസോബയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം വില്ലേജ് കൗൺസിൽ റെസ്പോണ്ട് ചെയ്തു. ലെറ്റ്സ് സീ. After listening to Mesoba's explanation, they decided to let him go as there was no need to take any drastic action against him yet. They cautioned him to remind his wife that it was her duty to train Scintilla the skills handed down over generations. They also told him that skills like pottery not only catered to the daily needs of people but also symbolized the tradition and history of the community. It did not belong to any one individual. Experts has to pass on their skill not only to their own children but also to anyone who wished to learn. Anyone refusing to do so would be considered as an enemy of the village. മെസോബയ്ക്കും ഫാമിലിക്കുമെതിരെ ഇപ്പോൾ നടപടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്ന് വില്ലേജ് കൗൺസിൽ തീരുമാനിച്ചു. എന്നാൽ മെസോബയ്ക്ക് ഒരു വാർണിംഗ് കൊടുക്കാനും അവർ മറന്നില്ല. തലമുറകളായിട്ട് കൈമാറി വരുന്ന പരമ്പരാഗതമായ കുലത്തൊഴിലാണ് പോട്ട് മേക്കിംഗ്. അത് സെന്റിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അരയിൻലയുടെ ഡ്യൂട്ടിയാണ് എന്നവളെ ഓർമ്മിപ്പിക്കുക. പോട്ടറി എന്ന് പറയുന്നത് ഒരാളുടെ ഡെയിലി നീഡ്സിന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് അതൊരു പാരമ്പര്യത്തെ സിംബലൈസ് ചെയ്യുന്ന തൊഴിലാണ്. എക്സ്പേർട്സ് ആയിട്ടുള്ളവർ തങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല പോട്ട് മേക്കിംഗ് താല്പര്യമുള്ള ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്നും അവർ പറഞ്ഞു. ഒരു ഫൈനൽ വാർണിംഗ് എന്ന നിലയിൽ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. വില്ലേജിൻ്റെ തീരുമാനത്തെ മാനിക്കാതെ അതിനെതിരെ പോകുന്നവർ വില്ലേജിൻ്റെ ശത്രുക്കളായിരിക്കും എന്നും പറഞ്ഞു. സോ മെസോബ ആകെ ദുഃഖിതനായി. അരയിൻലയുടെ തീരുമാനം അത് ഉറച്ചു തന്നെയാണ്. അവൾ വില്ലേജിൻ്റെ ഈ തീരുമാനത്തിന് എതിരായിട്ട് തന്നെയാണ് സഞ്ചരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഹെവി ഹാർട്ടഡ് ആയിട്ടാണ് അന്ന് മെസോബ വീട്ടിലേക്ക് മടങ്ങിയത്. അടുത്തതായി സ്റ്റോറിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ക്യാരക്ടറാണ് ഒനുല. ഒനുല വാസ് എ കൈൻഡ് മിഡിൽ ഏജ്ഡ് വിഡോ ഹു സൂപ്പർവൈസ്ഡ് ദ ഡോർമെറ്ററി വെർ സെന്റില സ്റ്റേഡ് വെൻ ഷീ അറ്റൈൻഡ് പ്യൂബർട്ടി. ഒനുല വിഷ് ടു ഹെൽപ്പ് സെന്റില ലേൺ ദ ആർട്ട് ഓഫ് പോട്ട് മേക്കിംഗ്. She even showed her some of what should be kept in mind while making pots. ഒനൂല എന്ന് പറയുന്നത് ഒരു മധ്യവയസ്കയായ വിധവയായ ഒരു സ്ത്രീയാണ്. അവർ വളരെ ദയയുള്ള കൂട്ടത്തിലായിരുന്നു. ആ വില്ലേജിലെ വയസ്സറിയിക്കുന്ന പെൺകുട്ടികളെ ഒരു ഡോർമെറ്ററിയിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന രീതി ആ വില്ലേജിലുണ്ടായിരുന്നു. ഒനൂല ആ ഡോർമെറ്ററി നോക്കി നടത്തുന്ന സ്ത്രീയായിരുന്നു. സെന്റിലയും ആ സമയത്താണ് വയസ്സറിയിച്ചത്. സോ മറ്റു പെൺകുട്ടികളെപ്പോലെ അവളും ഡോർമെറ്ററിയിൽ സ്റ്റേ ചെയ്യാൻ പോയി. ഒന്നുലയും സെന്റിലയുടെ ഓൾഡ് പോട്ട് മേക്കേഴ്സിൻ്റെ ഷെഡിലേക്കുള്ള വിസിറ്റിനെക്കുറിച്ചും മെസോബയുടെ വിചാരണയെക്കുറിച്ചുമൊക്കെ അറിഞ്ഞിരുന്നു. ആരും അറിയാതെ സെന്റിലയ്ക്ക് തനിക്കറിയാവുന്ന രീതിയിലൊക്കെ പോട്ട് മേക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഒനുല ആഗ്രഹിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ രാത്രി ആ വില്ലേജിലേക്ക് ഒരു മ്യൂസിക് ബാൻഡ് വിസിറ്റ് നടത്തിയത്. ഡോർമെറ്ററിയിലുള്ള പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് പോയി. എന്നാൽ സെന്റില മാത്രം പോയില്ല. ആരുമില്ലാത്ത സമയം നോക്കി പോട്ട് മേക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അവൾ കയ്യിൽ കരുതിയിരുന്നു. Onula helped Scintilla on the night of the music band visit. Scintilla did not go with the other girls to see the music band, but instead stayed back so that they could practice pot making. Onula saw how difficult it was for Scintilla and decided to intervene. She showed
her how to make pot with clay. She pointed out some of the things that Centilla was doing wrong. എല്ലാവരും പോയ തക്കത്തിന് സെൻറ്റില പോട്ട് മേക്കിംഗ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. ഒന്നുല ഇത് അവൾ അറിയാതെ കണ്ടു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഒന്നുല ഇടപെട്ടു. സെൻറ്റില ചെയ്യുന്നതിലെ ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടി. ഒന്നുലാസ് ഗൈഡൻസ്. She sat on a stool and showed her how to hold the thigh muscle taut and use sacking to cover the thigh so that the lump did not slip. When she dipped her hand in the water, she showed her how to tap to a rhythm while rotating the clay. The Centilla learned some of the tricks to make a good pot and able to make almost a complete pot. ഒന്നുല ഒരു സ്റ്റൂളിൽ ഇരുന്നിട്ട് എങ്ങനെ കാലുകൾ വെക്കണമെന്ന് കാട്ടിക്കൊടുത്തു. ഒരു ചാക്കുകൊണ്ട് തുടയുടെ മേൽ കവർ ചെയ്തതിന് ശേഷം അവിടെ ക്ലേ വെച്ച് പിടിക്കാൻ ഉപദേശിച്ചു. അപ്പോൾ കയ്യിൽ നിന്ന് ക്ലേ സ്ലിപ്പ് ആവില്ല എന്ന് കാട്ടിക്കൊടുത്തു. കൈകൾ വെള്ളത്തിൽ മുക്കി മുക്കി ക്ലേ കുഴച്ച് ഒരു താളത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ടാപ്പ് ചെയ്ത് ഷെയ്പ്പാക്കാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ കുറച്ച് ടിപ്സും. അങ്ങനെ ഏതാണ്ട് ഒരുവിധം ഏറെക്കുറെ ഒരു കംപ്ലീറ്റ് പോട്ട് നിർമ്മിക്കാൻ സെൻറ്റില പഠിച്ചു. പോട്ടിൻ്റെ കഴുത്തും വായഭാഗത്തിനും കൊടുക്കുന്ന ഫൈനൽ ടച്ച് അമ്മയുടെ പക്കൽ നിന്ന് പഠിക്കുവാനും ഒന്നുല അവളെ ഉപദേശിച്ചു. When Centilla came back from the dormitory, she observed her mother, the way she gave a final touch to each pot in the shed. Centilla's mother asked her to take over from pot making, citing a sore back and a headache as the reason. Centilla was surprised that her pot making skills were not up to the mark. She was surprised that her mother would think that she could make even one single pot. ഡോർമെട്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയ സെൻറ്റില അമ്മ ഷെഡിലിരുന്ന പോട്ട്സ് ഉണ്ടാക്കുന്നതും ഫൈനൽ ഫിനിഷിംഗ് ടച്ച് നൽകുന്നതുമൊക്കെ നോക്കി പഠിച്ചു. ഉച്ചയോടടുത്തപ്പോൾ അരയില്ല സെൻറ്റിലയോട് പറഞ്ഞു, ആകെ തലവേദനയും നടുവേദനയൊക്കെ തോന്നുന്നു, ഇനി നീ പോട്ട്സ് ഉണ്ടാക്കുമെന്ന്. സെൻറ്റിലയ്ക്ക് ഇത് കേട്ടിട്ട് ആകെ സർപ്രൈസ്ഡായി. അമ്മ ഉണ്ടാക്കുന്ന പോലെ പോട്ട്സ് ഉണ്ടാക്കാൻ അവൾ ആയിട്ട് കൂടിയില്ല. അതുപോലെ തന്നെ ഒരു പോട്ട് തന്നെ കൊണ്ട് നിർമ്മിക്കാനാവുമെന്ന് അമ്മ കരുതിയോ എന്നോർത്ത് അവൾ ആകെ ആശ്ചര്യപ്പെട്ടു. അങ്ങനെ സെൻറ്റില ആദ്യമായി പോട്ട്സ് നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. After Arayla left the shed, Centilla sat down on the stool to begin making clay pots. As she took the spatula to begin beating the dough to give its required shape, she felt as if another pair of hands had taken over and were directing her movements. She began to beat the dough in perfect coordination with her rotating left hand. She finished the mouth and neck of the pot after she had stopped looking in amazement at her work. Soon she found her momentum and began making pot after pot like her mother with the same speed and dexterity. When she finally stopped, she realized she has soon made just one pot less than her mother. അരയില പോയി കഴിഞ്ഞ് സെൻറ്റില സ്റ്റൂളിലേക്ക് ഇരുന്നിട്ട് ഒന്നുല പറഞ്ഞു കൊടുത്തതുപോലെ പോട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇടയ്ക്ക് മറ്റേതോ അദൃശ്യമായ കരങ്ങൾ അവളെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കൈകളുടെ ചലനങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നത് പോലെയും. അങ്ങനെ അവസാനം അവളൊരു പോട്ട് സ്വന്തമായി പെർഫെക്റ്റ് ആയിട്ട് നിർമ്മിച്ചു. അവിശ്വസനീയമായി അവൾ അതിനെ നോക്കി നിന്നു. പെട്ടെന്ന് തന്നെ അടുത്ത പോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് സ്പീഡും വഴക്കവും ഒക്കെ കൈവന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് അവൾ പോട്ട് മേക്കിംഗ് നിർത്തി. അമ്മയുണ്ടാക്കി വെച്ച ബാച്ച് ഓഫ് പോട്ട്സും താൻ ഉണ്ടാക്കി വെച്ച ബാച്ചും കമ്പയർ ചെയ്തു. അമ്മയേക്കാൾ ഒരെണ്ണം മാത്രം കുറവ്. ഷി വാസ് ത്രിൽഡ്. Centilla finally got up from her pot making because she felt hungry, and so she decided to go into the house and ask her mother to eat with her, so that she could tell her about the extraordinary things which had happened. Centilla found her mother slumped over the lower barrier separating the outer room from the main one. Her clothes had come undone, and from her mouth there was a dry streak where the saliva had dripped. Her mouth had agape as if trying to call out. വിശന്നു തുടങ്ങിയപ്പോഴേക്കും എന്തെങ്കിലും അമ്മയോട് വാങ്ങിച്ചു കഴിക്കുവാൻ സെൻറ്റില പണിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോയി. അതുപോലെ തന്നെ ഷെഡിൽ നടന്ന സംഭവത്തെപ്പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്യണമായിരുന്നു അവൾക്ക്. വീട്ടിൽ ചെന്നതും സെൻറ്റില കണ്ടത് മെയിൻ റൂമിൽ നിന്ന് ഔട്ടർ റൂമിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അമ്മ വീണ് കിടക്കുന്നതാണ്. അവരുടെ ഡ്രസ്സൊക്കെ മാറിക്കിടപ്പുണ്ടായിരുന്നു. വായിൽ നിന്ന് ഉമിനീർ പുറത്തു വന്ന് ഉണങ്ങി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ആരെയും വിളിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവരുടെ വായ തുറന്നു വെച്ചിരുന്നു. അമ്മയുടെ മരണം സംഭവിച്ചിരുന്നു. Centilla ran to the village common to inform the village sentries. After her mother's body had been placed inside the house, she crouched in a corner, dry-eyed and speechless. Throughout the week in the night, she was seated by her mother's body, muttering to herself, refusing food or drink. The next morning, after her death, Centilla's mother's body was carried out. When the body was being taken away, Centilla ran after it, shouting, "Mother, I did not wish it to happen this way. It simply came to me. Please forgive me."
വേഗം തന്നെ സെൻറ്റില വില്ലേജ് കോമണിൻ്റെ അടുത്തേക്ക് ഓടി വിവരം പറഞ്ഞു. അമ്മയുടെ ശരീരം മുറിയുടെ ഉള്ളിലേക്ക് വെച്ചു. മുറിയുടെ ഒരു കോർണറിൽ അവൾ ചുരുണ്ടുകൂടിയിരുന്നു, ഒന്നും മിണ്ടാതെ വരണ്ട കണ്ണുകളോടെ. ആ രാത്രി മുഴുവൻ അമ്മയുടെ ബോഡിയോടൊപ്പം അവൾ അവിടെ തന്നെ കഴിഞ്ഞു. ഒന്നും കഴിച്ചതുമില്ല, കുടിച്ചതുമില്ല. അടുത്ത ദിവസം രാവിലെ അരയിൻലയുടെ ബോഡി പുറത്തേക്കെടുത്തതും സെൻറ്റില അതിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ഉച്ചവെച്ച് ഓടി. അമ്മ എന്നോട് ക്ഷമിക്കണേ, ഇങ്ങനെയൊന്നും സംഭവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചതേയല്ല, എന്നിലേക്ക് എങ്ങനെയൊക്കെയോ വന്നതാണ് എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഒന്നുലയും വന്നിരുന്നു. തൊട്ടടുത്തുള്ള ഷെഡിലേക്ക് ഒന്നുല ജസ്റ്റ് കയറിയൊന്ന് നോക്കി. ഒന്നുല സോ 2 neat rows of freshly made pots in the shed. She could find anything to differentiate one set from the other. Onula realized that it could not have been the mother's work alone, as Arainla had left the shed before the midday hour. It could not also have been Sentila's work, as she was too young and inexperienced to accomplish this level of work. ഷെഡിൽ നോക്കിയപ്പോൾ ഒന്നുല കണ്ടത് പുതുതായി നിർമ്മിച്ച നനവ് മാറാത്ത മൺകലങ്ങളുടെ 2 നിരയാണ്. 2 നിരയും അവൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനേ സാധിക്കുമായിരുന്നില്ല. അത്രയ്ക്ക് ഒരുപോലുള്ളവയായിരുന്നു അത്. അത് അരയിൻലയുടെ മാത്രം വർക്കല്ല എന്ന് ഒന്നുലയ്ക്ക് മനസ്സിലായി. കാരണം ഉച്ചയ്ക്ക് മുമ്പ് പണി നിർത്തിയിട്ട് പോയെങ്കിൽ ഇത്രയും പോട്ട്സ് അവൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി സെൻറ്റിലെ ആവുമോ ഇത്രയും ഉണ്ടാക്കിയത്? പക്ഷേ അവൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നും അല്ലാത്ത ഒരു കൊച്ചു കുട്ടിയല്ലേ. പക്ഷേ ഒരാൾ ഉണ്ടാക്കിയ പോലെ തന്നെ എല്ലാ പോട്ട്സും ഒരുപോലെ ഇരിക്കുന്നത് ഒന്നുലയെ അതിശയിപ്പിച്ചു. ഒന്നുല felt that both mother and daughter had been involved in making the pots, as it was difficult to differentiate between the pots that stood in perfect symmetry in the shed. They were identical, and now a new pot maker had been born. അമ്മയും മകളും ഒന്നിച്ചു നിന്ന് പണിയെടുത്ത പോലെ ഒന്നുലയ്ക്ക് തോന്നി. ചിലപ്പോൾ സെൻറ്റില പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അനുഭവപ്പെട്ട മറ്റൊരു കൈയുടെ സാന്നിധ്യം അവളുടെ അമ്മയുടേതാവാം. അങ്ങനെ ഒരു എക്സ്പേർട്ട് പോട്ട് മേക്കർ മരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു പോട്ട് മേക്കർ ഇവിടെ ജനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പോട്ട് മേക്കർ എന്ന സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്കിതിലൊരു കൺക്ലൂഷനോടെ നോക്കാം. We could see how Temsula Award tries to show the importance of passing on traditional skills and customs to the next generation. According to her, tribal value system should place collective good over individual interest, as is shown in the story. പരമ്പരാഗതമായ ആചാരങ്ങളും തൊഴിലുമെല്ലാം അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് തെംസുല എവോ ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനും അപ്പുറം ട്രൈബൽ വാല്യൂ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഈ സ്റ്റോറി നമ്മളോട് പറയുന്നത്. ദ പോട്ട് മേക്കർ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോഴത്തെ പോലെയും നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ കമൻറ്റ് ചെയ്യുക. ലിറ്റർ ഹാർഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. Thank you so much for listening.